വചനത്തിൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ച്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കാൻ വെട്ടുക്കിളികളെ നിയോഗിക്കുകയോ, അടുത്തത്, എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വലിയ മഴ അയക്കുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി എന്ന് എഴുതിയിരിക്കുകയാണ്. കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ ആ ദേശത്തെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവവചനം പഠിപ്പിക്കുകയാണ്, ഒരു ദേശത്ത് ഞാൻ മഹാമാരി അയക്കുവാണെങ്കിൽ സാഹചര്യങ്ങൾക്ക് മാറ്റം വരാൻ നിങ്ങൾ എന്നെ അന്വേഷിക്കണം, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി കർത്താവിനോട് പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്താൽ ദേശത്ത് അനുഗ്രഹമുണ്ടാകും. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ, കേരളത്തിലെ അവസ്ഥകളൊക്കെ നമ്മൾ TV-യിലൂടെ കൂടുതലായി അറിഞ്ഞു കഴിഞ്ഞു. പ്രിയപ്പെട്ട, ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ പണക്കാരും പാവപ്പെട്ടവരും ഇല്ല, എല്ലാരും തുല്യരായി. 2, ഇപ്പൊ ജാതി മതമൊന്നും പറയാൻ നേരമില്ലാതായി. ഇപ്പൊ മനുഷ്യനെല്ലാം ഒരു പരിധി വരെ ഒറ്റക്കെട്ടായി. ദൈവം ഇല്ല എന്ന് പ്രസംഗിച്ചവൻ വരെ ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ട്. മഴ പെയ്തപ്പോ ഇത്രയും ദൈവമില്ലെന്ന്, ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് വെല്ലുവിളിച്ചയാള് വരെ ദൈവത്തെ വിളിച്ചു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കി. ഈ കേരള ദേശത്ത് അഹങ്കാരം കൂടി, ഉങ്ക് മനുഷ്യനെ തന്നെ മറന്നു, ദൈവത്തെയും മറന്നു, മനുഷ്യനെയും മറന്നു. നിങ്ങൾ ഒരു വാട്സപ്പിലൂടെ കണ്ടിട്ടുണ്ടാവും, ഒരു മനുഷ്യൻ ഒരു പോത്തിന്റെ കാല് ജീവനോടെ മുറിച്ചെടുത്തു. എന്തിനാണെന്നറിയാവോ? അയാൾ അതിന് പറഞ്ഞ ന്യായം ഇതാണ്, സിംഹവും കരടിയും പുലിയൊക്കെ അതിന്റെ ആരോഗ്യം കിട്ടുന്നത് ഈ പോത്തിനെയും മൃഗങ്ങളെയൊക്കെ ജീവനോടെ തിന്നുന്നേ. അപ്പോൾ അയാൾ പറയാണ്, പോത്തിനെ കൊന്നിട്ടല്ല ഇറച്ചിയെടുക്കേണ്ടത്, അതിനെ ജീവനോടെ അതിന്റെ പുറകിലത്തെ കാല് ജീവനോടെ മുറിച്ചെടുത്ത് ആ മനുഷ്യന്റെ ആ പോത്ത് ജീവൻ സമയമെടുത്ത് പെടഞ്ഞു ചത്തു. അപ്പോൾ മനുഷ്യന്റെ മനസ്സ് നോക്കിക്കുക, എവിടെ ഈ കാലാവസ്ഥ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ദേശത്ത് നടന്ന അതിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഏതെല്ലാം തരത്തിലുള്ള കൊലകള്, ഏതെല്ലാം തരത്തിൽ അനീതികള്, ഏതെല്ലാം തരത്തിലുള്ള അശുദ്ധ പ്രവർത്തികൾ. നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ തന്നെ നമുക്കറിയാം, ഈ ലോകത്തിന്റെ പോക്കത്ര പന്തിയല്ല. നമ്മുടെ കയ്യിൽ, ആരുടെ കയ്യിലും ഒരു പിടുത്തവും ഇല്ല. എന്തേരെ വലിയ കൊമ്പന്മാര് ഈ കേരളത്തിലുണ്ട്, എന്തേരെ വലിയ ഡോക്ടർമാരുണ്ട്. ഡോക്ടർമാരൊക്കെ വലിയവരാണ്, പക്ഷെ ആശുപത്രി മുങ്ങിപ്പോയി, ഇപ്പൊ ടെറസയിലാണ്. എന്തിയെ അവരുടെ കഴിവ്, എന്തിയെ അവരുടെ ശക്തി, എന്തിയെ മന്ത്രിമാരുടെ സ്വാധീനമൊക്കെ? ഇതെല്ലാം ഇപ്പോഴും ഇരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലാണെന്ന് നമ്മളെ ദൈവം ഈ കാലാവസ്ഥയിലൂടെ തന്നെ പറഞ്ഞു തന്നു. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് നിങ്ങളോട് പറയുകയാണ്, ഒത്തിരി പേര് സങ്കടപ്പെടുക, പക്ഷെ ഈ സങ്കടത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എന്റെ ജനം ദൈവത്തെ അറിയാൻ ഇടയാകണം. ആ ഒരൊറ്റ കാര്യമുള്ളൂ. ഇപ്പൊ ഈ മഴയൊന്നും ആരും പ്രതീക്ഷിച്ചതല്ല. ഇങ്ങനെയൊരു മഴയുണ്ടാകും, ഇനിയൊരു വലിയ പട്ടിണി ഉണ്ടാകാൻ പോവാണ്. ഈ ഒരു കാലാവസ്ഥയിൽ ഭയപ്പെടേണ്ട വലിയൊരു വാർത്തയുണ്ട്. ഇപ്പൊ കള്ളന്മാരങ്ങോട്ട് പെരുകിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ പല പ്രദേശത്തും വിവിധ സ്ഥലങ്ങളിൽ നിന്നും കള്ളന്മാർ വന്ന് ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളിൽ അവരെ ചെന്ന് കയ്യേലും കാലേലും ഉള്ളതൊക്കെ പേടിപ്പിച്ച്, ഇപ്പൊ ആരും അന്വേഷിക്കില്ല. ഇപ്പോൾ ക്യാമറകളൊന്നും വർക്കിംഗ് അല്ല, ഇപ്പൊ പോലീസ് ഇല്ല എന്ന് പറഞ്ഞ സംവിധാനങ്ങളെല്ലാം കിടക്കുക. ഇപ്പൊ കള്ളന്മാര് വിലസി നടക്കുന്ന ഒരു സമയമാണ്. ഈ വലിയൊരു പ്രതിസന്ധിയാണത്,
വലിയൊരു പ്രതിസന്ധിയാണ്. നമ്മൾ ആരും ശ്രദ്ധിക്കത്തില്ല ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ നടക്കുന്നു. നമ്മൾ വിചാരിക്കുന്നേക്കാൾ, അതായത് 1 കോടി രൂപയുടെ കാറ് വരെ വെള്ളം കയറിപ്പോയി. എറണാകുളം, ചാലക്കുടി, അങ്കമാലി ഭാഗത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന AC വിലയുള്ള കാറുകൾ വരെ അത് വെള്ളം കയറി കിടക്കുക. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വരെ ആളുകൾ കഷ്ടപ്പെടുക. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഇതെന്തിനാണെന്നറിയോ? നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കാനല്ല. നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവും, നമ്മുടെ പണവും, നമ്മുടെ ആരോഗ്യവും, നമ്മുടെ കാറും ഒന്നുമല്ല. സർവശക്തനായ ദൈവമുണ്ടെന്ന് ഈ ലോകത്തിലെ ആളുകൾ അറിയാനാണിത്. ഹല്ലേലൂയ. ഇന്ന് നടക്കുന്ന മുഴുവൻ സംഭവങ്ങളും ബൈബിളിലുണ്ട്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായമാണ്. ഇപ്പൊ നടക്കുന്ന മുഴുവൻ സാഹചര്യങ്ങളും ബൈബിൾ എഴുതി വെച്ചിരിക്കുക. യെശയ്യാ പ്രവാചകൻ 24-ാം അധ്യായത്തിൽ അതിന്റെ ഹെഡിങ് ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ വിധി. അതായത് വചനം പഠിപ്പിക്കുകയാണ്, ഞാൻ ഭൂമിക്ക് മുകളിൽ ഉള്ള മനുഷ്യരെ വിറപ്പിക്കും. മനുഷ്യൻ ഓടും, സൂര്യൻ മുഖം പൊത്തും, ചന്ദ്രന്റെ പ്രകാശം ഞാൻ അടച്ചു വെക്കും. അവിടെ താമസിക്കുന്ന ജനങ്ങൾ ഭയപ്പെട്ട് 4 ദിക്കിലേക്കും ഓടും. എന്നിട്ട് ബൈബിളിൽ കൊടുത്തിരിക്കുക എന്തിനാ എഴുതിയിരിക്കുക, എന്താ കാരണമെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. ഈ ഭൂമിയിൽ വസിക്കുന്നവരുടെ അതിക്രമങ്ങൾ കൊണ്ട് തന്നെ. ഹല്ലേലൂയ. ദൈവവചനം എടുത്തിട്ടെടുക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 3-4 വാക്യങ്ങൾ ശ്രദ്ധയോടെ എല്ലാവരും കേൾക്കണം. ഭൂമിയുടെ മേൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ കാരണമെന്ത്? ദൈവം എന്തിനാണ് ഇങ്ങനെ ഒരു കാലാവസ്ഥ അനുവദിച്ചത്? ദൈവം എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി നമുക്കുണ്ടായത്? എന്തുകൊണ്ട് സംഭവിച്ചു? ഇനി മാറാൻ എന്ത് ചെയ്യണം? എന്തുകൊണ്ടെന്നുള്ള ഉത്തരം പറയാണ്. 24-ാം അധ്യായം 3-ാമത്തെ വാക്യം, ഭൂമി തീർത്തും ശൂന്യമാകും. ഭൂമി തീർത്തും ശൂന്യമാകും, പൂർണ്ണമായും അത് കൊള്ളയടിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഒരാളുടെ 12 ഏക്കർ സ്ഥലം വരെ 3 ഉരുള് പൊട്ടി ഒലിച്ചുപോയി. ഒന്നുമില്ല, 3 ഉരുള് പൊട്ടി. അദ്ദേഹത്തിന്റെ പറമ്പിന്റെ 3 സൈഡിൽ മുഴുവൻ പറമ്പും പോയി. ഭൂമി കൊള്ളയടിക്കപ്പെടും. കർത്താവിൻ്റെതാണ് ഈ വചനം. 4-ാമത്തെ വാക്യം, നമ്മുടെ ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകും, ലോകമാകെ വാടിക്കൊഴിയും, ആകാശം പോലും ഭൂമിയോടൊപ്പം വാടിപ്പോകും. എന്തുകൊണ്ടാന്ന് എഴുതിയിരിക്കുകയാണ്, ഭൂമി, നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി, അതിൽ താമസിക്കുന്ന മനുഷ്യര് നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അതാണ് ഉത്തരം. ഭൂമി ഇളകുന്നതിന്റെ കാരണം, ഭൂമിയിൽ ഇതുപോലെ ഒരു അസ്വസ്ഥത ഉണ്ടാകാനുള്ള കാരണം, നാം ഭൂമിയിൽ ജീവിക്കുന്ന അനേകം മനുഷ്യരിലൂടെ ഈ ഭൂമി അശുദ്ധമായി തീർന്നു. മ്ലേച്ഛതകൾ പെരുകി, ഏത് തിന്മ ചെയ്യാനും മനുഷ്യന് മടിയില്ലാതായി, ഒരാളെ കൊല്ലാൻ മടിയില്ലാതായി, എന്ത് ക്രൂരകൃത്യം ചെയ്താലും ഒരു പ്രശ്നമില്ലാത്ത സാഹചര്യമായി, 5 പേര് വിചാരിച്ചാൽ എന്തും ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമായി. ഇത് മാറേണ്ട സമയമായെന്ന് സർവശക്തനായ ദൈവം മനുഷ്യരെ ഈ കാലാവസ്ഥയുടെ പ്രതിസന്ധികളിലൂടെ പറയുക. ഇങ്ങനെയല്ല, ദൈവത്തെ അറിയ്, എളിമപ്പെട്, പരിഹാരം ചെയ്ത് വിശുദ്ധി പ്രാപിക്ക് എന്നാ പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം എത്രയോ വർഷങ്ങൾക്ക് മുമ്പാ പറഞ്ഞിരിക്കുന്നത്, ഭൂമിയിൽ ഇങ്ങനെ സംഭവിക്കും. സംഭവിക്കാനുള്ള കാരണം ഭൂമിയിൽ താമസിക്കുന്ന ആൾക്കാർ മൂലം ഭൂമി അശുദ്ധമായി തീർന്നുകൊണ്ട്. അടുത്ത വചനം, 2-ാമത്തെ കാരണം പറയാണ്, എന്തുകൊണ്ടാണ് ഭൂമി ആടി ഉലയുന്നതെന്ന്. ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യർ കർത്താവിന്റെ നിയമം ലംഘിക്കുകയും ദൈവകൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തിരിക്കുന്നു. 2 കാരണങ്ങൾ. 1, ദൈവത്തിന്റെ നിയമം അനുസരിക്കുന്നില്ല. 2, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ നോക്കിക്കേ, പല സ്ഥലങ്ങളിലും അനേകം ആളുകൾ ദൈവകൽപ്പന വിരുദ്ധമായിട്ടാണ് ജീവിക്കുന്നത്. ദൈവവചനം പഠിപ്പിക്കുകയാണ്, ദൈവത്തിന്റെ നിയമം തള്ളിക്കളഞ്ഞാൽ, ദൈവത്തിന്റെ കൽപ്പന തള്ളിക്കളഞ്ഞാൽ ഭൂമി ആടി ഉലയും.
ഒരനുഭവമുള്ള ഒരാൾ പറഞ്ഞു, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളെന്ന്. വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. എന്താ അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിക്കോ. നമ്മളെല്ലാവരും കുറെ കൂടി ജീവിതത്തിൽ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ ആഗ്രഹിക്കണം. 6-ാമത്തെ വചനം നോക്കിക്കുക. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഏതിനാൽ ദൈവത്തിന്റെ കൽപ്പന അംഗീകരിക്കുകയല്ല, അനുസരിക്കുന്നില്ല, തോന്നി പോലെ ജീവിക്കുന്നതിനാൽ, അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങിയിരിക്കുന്നു. അടുത്ത വചനം ശ്രദ്ധിച്ചു കേൾക്കണം. ഭൂവാസികൾ, അതായത് നമ്മൾ ഓരോരുത്തരും തങ്ങളുടെ അകൃത്യത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നു. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ, ദൈവവചനം പഠിപ്പിക്കുകയാണ്. നമ്മൾ തന്നെ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളും ഭൂമിക്ക് പോലും താങ്ങി നിർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ഭൂമി പോലും, എത്ര വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ട്, എന്ത് ചെയ്യും മഴ നിർത്താൻ അവർക്ക് പറ്റാത്ത? എന്തേറെ വലിയ ആൾക്കാർ ഈ മലയാളത്തിൽ, ഈ ഭൂമിയിലുണ്ട്. എന്തേറെ വലിയ ആൾക്കാർ ഈ കേരളത്തിൽ സമ്പന്നരുണ്ട്. എന്തേ ഒരേക്കർ സ്ഥലത്തെ പോലും മഴ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഭൂമി മനുഷ്യൻ ചെയ്തു കൂട്ടിയ അതിക്രമം കൊണ്ട് ഭൂമിക്ക് പോലും താങ്ങാൻ പറ്റുന്നില്ല. ഭൂമിക്ക് പോലും താങ്ങാൻ പറ്റാത്ത അകൃത്യം ഭൂമി ആടി ഉലയുന്നു. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മൾ ഈ ചുറ്റുവട്ടത്ത് താമസിക്കുമ്പോൾ നമുക്കറിയില്ലായിരിക്കും ഇതിന്റെ വിഷമവും. കാരണം നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് ഒരു കൽപ്പറ്റയ്ക്ക് ഇങ്ങോട്ട് ഈ പറയത്തക്ക വലിയ പ്രതിസന്ധികളോ മണ്ണിടിച്ചിലോ പെരയോ ഒഴിച്ചു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. വലിയ കൃഷിനാശങ്ങളോ ഒക്കെ സംഭവിച്ചെങ്കിലും താഴ്നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിന്റെ തീവ്രത ചിലർക്കെങ്കിലും അറിയത്തുണ്ടാവില്ല. പക്ഷേ ഒരുപാട് ഫോൺ കോളുകൾ ഈ 3-4 ദിവസങ്ങളായി അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓരോ വിഷമങ്ങൾ കേട്ട് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, 3-4 ദിവസമായി ടോയ്ലറ്റിൽ ഒന്ന് പോയിട്ട് ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾ 3 ദിവസമായി ടെറസിന്റെ മുകളിൽ ഒരു മേശയിട്ടു. ആ മേശയുടെ മുകളിലും വെള്ളം കയറിയപ്പോൾ അതിന്റെ മുകളിൽ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് നിൽക്കുവാണ്. ഇനിയും ഡാം തുറന്നാൽ എന്താവും അവർക്കറിയില്ല. രാത്രിയിൽ നമ്മളെല്ലാം സുഖമായിട്ട് ഉറങ്ങിയപ്പോഴും ടെറസയിൽ ഒരു 100,000-കണക്കിന് ആൾക്കാർ ഉറങ്ങാതിരിക്കുകയാണ്. പനക്കലച്ചന്റെ സന്ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 1500 പേരാണ് ഒറ്റപ്പെട്ടു പോയ ധ്യാനത്തിന് പോയവര്. അവര് ടെറസേ കയറി നിൽക്കുക. എന്നിട്ട് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ഹെലികോപ്റ്ററിലെങ്കിലും കുറച്ച് ഭക്ഷണം കൊണ്ട് തരണം. ഞങ്ങൾ 1500 പേരുണ്ട്. മുഴുവൻ വെള്ളം കയറി കിടക്കും. അതായത് മിനിമം ടോയ്ലറ്റിൽ പോകാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. ഒന്നല്ല, അനേക സ്ഥലങ്ങളിൽ ഇനി മാധ്യമ പ്രവർത്തകരോ TV കാരോ ഒന്നും എത്താത്ത സ്ഥലങ്ങൾ വരെയുണ്ട്. ചില ഒറ്റപ്പെട്ട കുഴി പോലുള്ള പ്രദേശത്ത് താമസമാക്കിയിരിക്കുന്ന ആളുകൾ അവിടെ ഒറ്റപ്പെട്ട് കിടക്കുക, അറിഞ്ഞിട്ട് പോലും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ അനുവദിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, വലിയ ഇന്നു വരെ കേരളം കണ്ടിട്ടില്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക. കാരണം ബൈബിളിൽ പറഞ്ഞിരിക്കുക, മനുഷ്യന്റെ അതിക്രമം കൊണ്ട് തന്നെ. മനുഷ്യന്റെ അതിക്രമം, ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഭൂമിക്ക് പോലും താങ്ങാൻ പറ്റുന്നില്ല. ഭൂമി പോലും നിയന്ത്രണം വിട്ട് ആടി ഉലയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഒരു പ്രവചന ദൂത്, ഒരു പ്രവചന വാക്ക് നമ്മൾ അനുദപിക്കുകയും ദൈവത്തിങ്കിലേക്ക് തിരിയുകയും ചെയ്താൽ ഈ കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകും. നമ്മൾ ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് പരിഹാരം ചെയ്ത് നമ്മൾ ചെയ്ത പാപങ്ങളിൽ പിന്തിരിയാൻ ശ്രമിച്ചാൽ ദൈവം ആകാശം അടയ്ക്കും, മഴയടയ്ക്കും, കാലാവസ്ഥയിൽ മാറ്റം അനുവദിക്കും. ഉറപ്പാണത്. കാരണം ബൈബിളിൽ അതുണ്ട്. ഏലിയ പ്രാർത്ഥിച്ചു മഴ പെയ്യാൻ. ഏലിയ ഒരു സാധാരണക്കാരനായിരുന്നു. ആ ഏലിയ പ്രാർത്ഥിച്ചപ്പോ മഴയില്ലാത്ത സമയത്ത് മഴ പെയ്തു. ഇതേ ഏലിയ വീണ്ടും പ്രാർത്ഥിച്ചു, മഴ നിൽക്കട്ടെ. ദൈവം ആകാശം അടച്ചു. ഏലിയ ഒരു സാധാരണ മനുഷ്യൻ, ഗാനരൂപത്തിൽ പോലും പാടുന്നത്, ഏലിയ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. ഒരു സാധാരണ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആകാശം തുറക്കുകയും ചെയ്തു. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴയടയ്ക്കാൻ ആകാശം അടച്ചു. അങ്ങനെയെങ്കിൽ ഏലിയ പ്രവാചകനെ പോലെ നമ്മളൊരു പ്രവാചക ദൗത്യം ഏറ്റെടുത്ത് ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തെ വിളിച്ചാൽ ദൈവം ആകാശം അടയ്ക്കും. നല്ലൊരു കാലാവസ്ഥ ഈ ദേശത്ത് അനുവദിക്കും. ഒരു കരം ഉയർത്തി ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. വീണ്ടും 24-ാം അധ്യായം 19-ാമത്തെ വാക്യം കേട്ടെ. 24-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഭൂമി നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഭൂമി, നമ്മുടെ സ്ഥലം, നമ്മുടെ വീട് നിശേഷം
തകർക്കപ്പെട്ടിരിക്കുന്നു. അത് ഛിന്ന ഭിന്നമായി, അത് പ്രകമ്പനം കൊള്ളുന്നു. ഭൂമി ഉന്മത്തനെ പോലെ ആടി ഉലയുന്നു, കുടിൽ പോലെ ഇളകിയാടുന്നു. എന്താ കാരണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഭൂമി അത് താങ്ങുന്ന അകൃത്യം, തിന്മ അത്ര ഭീകരമാണ്, അത്ര ഭാരമാണ്. അത് വീഴുന്നു, ഇനി എഴുന്നേൽക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ശ്രദ്ധിച്ചേ, ഇന്ന് മ്ലേച്ഛതകൾ പെരുകി. നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണ് പോലും നമ്മൾ ആത്മീയ കാര്യങ്ങൾക്കല്ല കൂടുതൽ ഉപയോഗിക്കുന്നത്, മ്ലേച്ഛ കാര്യങ്ങൾക്കാണ്. നമ്മൾ ദിനം പ്രതി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണ് പോലും നമ്മൾ ആത്മശോധന ചെയ്ത് നോക്കുക. അത് നല്ല കാര്യത്തിനാണോ മോശക്കാര്യത്തിനാണോ കൂടുതൽ ഉപയോഗിച്ചെന്ന് നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയും. അത് മോശകാര്യത്തിനാ ഉപയോഗിച്ചെന്ന്. ഭൂമി അതിന്റെ ഭാരം കൊണ്ട് ആടി ഉലയുന്നതിന്റെ കാരണം ഇതാണ്. മൊബൈൽ നല്ലതാണ്, എല്ലാം നല്ലതാണ്, പക്ഷെ അതിന്റെ നിയന്ത്രണം പോയി, അതിന്റെ എല്ലാം പോയി. ഇന്ന് മനുഷ്യൻ കൈവിട്ട രീതിയാണ് അതിലൂടെ എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് വചനപ്രഘോഷണത്തിലൂടെ കേട്ട കാര്യങ്ങൾ നിങ്ങൾ ഭവനങ്ങളിൽ പോയി വായിക്കണം. ഏശയ്യ 24 അധ്യായം 1 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. ഇപ്പോൾ കാലാവസ്ഥ ഇങ്ങനെ ഉണ്ടാകാൻ കാരണം ബൈബിളിൽ വർഷങ്ങൾക്ക് മുമ്പ് ഏശയ്യ പ്രവാചകന് പ്രവചിക്കപ്പെട്ട കാര്യമാണ്. ഇത് നല്ലതായി മാറും. ഈ കാലാവസ്ഥയൊക്കെ മാറി നല്ലൊരു അനുഗ്രഹം ഈ ഭൂമിയിൽ, ഈ കേരളത്തിൽ വരും. മനുഷ്യൻ കുറെ കൂടി ദൈവത്തെ അറിയാനുണ്ട്. ഇപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ ഈ പ്രതിസന്ധിയിൽ ഒറ്റ മരുന്നേ ഉള്ളൂ. എന്താണ്? യേശുക്രിസ്തുവിന്റെ കൂടെ പോയ ശിഷ്യന്മാര് വള്ളത്തിൽ ഇങ്ങനെ പോവാണ്. പെട്ടെന്ന് കാറ്റും കോളും തിരമാല ഉണ്ടായപ്പോൾ ഒറ്റ മരുന്നേ ഉപയോഗിച്ചുള്ളൂ. പത്രോസ് യേശുക്രിസ്തുവിനെ വിളിച്ചു, ഈശോ എഴുന്നേറ്റു. ഒറ്റ മരുന്നേ ഉള്ളൂ. ഏത് ജാതിയാണേലും ഏത് മതമാണേലും ഇപ്പോൾ ഒറ്റ ജാതിയേ ഉള്ളൂ, അത് മനുഷ്യജാതിയാ. ഇപ്പൊ ആരും എവിടെ ഇരുന്ന് ജാതി മതം പറയല. ഇപ്പൊ ആരും ആ കടയിലിരുന്ന് ജാതി മതം വർഗീയതയല്ല പറയുന്നേ. ദൈവത്തെ വിളിക്കണം, ദൈവത്തെ വിളിക്കണം. പാല് കൊണ്ടുതരുന്ന ഒരു അക്രൈസ്തവൻ പോലും പറഞ്ഞ് ദൈവത്തെ വിളിക്കണമെന്ന്. പാല് കൊണ്ടിരുന്ന വ്യക്തി പോലും വേറൊരു മതവിശ്വാസിയാണ്, അയാൾ പോലും പറഞ്ഞു ഒറ്റ മരുന്നേ ഉള്ളൂ, ദൈവത്തെ വിളിക്കുക. ഒറ്റ മരുന്നേ ഉള്ളൂ. കാലാവസ്ഥയിൽ മാറ്റം വരാൻ, അനുയോജ്യ കാലാവസ്ഥ ഉണ്ടാകാൻ ദൈവത്തെ വിളിക്കുക. ദൈവത്തെ വിളിച്ചാൽ ഇവിടെ ഒരു അനുഗ്രഹം, ഇതിനെല്ലാം മാറ്റം വരും. ഹല്ലേലൂയ. അത് വിശ്വസിച്ച് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രം ചുരുങ്ങരുത്. ഒരുപാട് പേര് വിഷമിക്കുക. ഇനി ചിലര് പറയുന്നു അരിക്ക് പോലും വലിയ ദാരിദ്ര്യം വരാൻ പോവാണെന്ന്. അരി കിട്ടാനില്ലാതെ വരും. കാരണം ഇപ്പോൾ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആൾക്കാർ ഒരു ചാക്ക് അരി കൊണ്ട് കൊടുത്താൽ 2 ചങ്കിനകത്തും ചേർത്ത് വെച്ച് എനിക്ക് കുറച്ചു ദിവസത്തേക്ക് ഓടുക. അരിയൊക്കെ പണ്ട് അരി അവിടെ ഇടും, ചോറ് പകുതി വേണ്ട. ഇന്ന് ഒരു പറ്റ് ചോറ് കളയല. നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊരു മഴയുണ്ടാകും, ഇങ്ങനെ ഒരു ദാരിദ്ര്യം ഉണ്ടാകുന്നൊന്നും. നമ്മുടെ കയ്യിൽ ആരുടെയും കയ്യിലല്ല ഈ ലോകത്തിന്റെ ഭൂമിയുടെ ചരടിരിക്കുന്നേ. ഇപ്പോഴും അതിന്റെ ചരടിരിക്കും. 1 മാസം മഴ പെയ്താൽ ഒലിച്ചു പോകുന്ന വീടേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആണല്ലോ? 1 മാസം നിർത്താതെ മഴ പെയ്താൽ നമ്മൾ 5 നില കെട്ടിപ്പൊക്കിയാലും അത് ഒലിച്ചു പോകും. അതിന്റെ എല്ലാ അർത്ഥം എന്റെ ജനം ദൈവത്തെ അറിയണം. അതാ ദൈവത്തിന്റെ ആഗ്രഹം. ഇത് മനുഷ്യനെ തകർക്കാനുള്ളതല്ല, ദൈവത്തെ അറിയാനുള്ളതാ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കേരളത്തിലെ മണ്ണിൽ ദൈവം തകർക്കാനല്ല, ഇതെല്ലാ മനുഷ്യരും ദൈവത്തെ അറിയാൻ വേണ്ടി ദൈവം അയച്ചിരിക്കുന്ന ചെറിയൊരു ശിക്ഷണം മാത്രമാണ്. ഇതിലാരും ഭയപ്പെടണ്ട, ഇതിലാരും ആകുലപ്പെടണ്ട. ഇത് ദൈവത്തെ അറിയാനാണ്. ഇത് കഴിയുമ്പോൾ നോക്കിക്കോ, ദൈവമില്ലെന്ന് പറയാൻ തുടങ്ങിയ ആളുകളും ദൈവമില്ലെന്ന് പറയാൻ വേണ്ടി മീറ്റിംഗ് വിളിച്ച് 10,000 ഇരുത്തി ദൈവമില്ലെന്ന് പ്രഘോഷിച്ചവൻ വരെ കൈകൂപ്പി പിടിച്ച് ദൈവമുണ്ടെന്ന് പറയും. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എന്നോട് പോലും ദൈവമില്ല, എന്ത് പ്രാർത്ഥന, എന്ത് വിശ്വാസം എന്ന് പറഞ്ഞവൻ വരെ ദൈവമേ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. ഹല്ലേലൂയ. അതാ ദൈവവചനം പഠിപ്പിച്ചത്. ഇതെന്തിനാണെന്നറിയോ? എന്റെ ജനം എന്നെ അന്വേഷിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് സമയം 11:35 ആയിട്ടുള്ളൂ. കുറച്ച് സമയം നമ്മൾ പ്രാർത്ഥിക്കുക 2 കാര്യങ്ങൾക്ക് വേണ്ടി. ഹൃദയം നുറുങ്ങിയാ പ്രാർത്ഥിക്കുന്നേ, ആർക്കോ വേണ്ടിയല്ല. ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കണം, ഉണർവോടെ പ്രാർത്ഥിക്കണം.
എൻ്റെ ഒരു സ്വന്തക്കാര് വിഷമിച്ചാൽ എന്തേരം ഞാൻ പ്രാർത്ഥിക്കുമോ അതുപോലെ നമ്മൾ എറണാകുളത്തുള്ളവർക്ക് വേണ്ടി, തൃശ്ശൂരുള്ളവർക്ക് വേണ്ടി, ഈ മഴ മൂലം കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വയനാട്ടുകാർ കഷ്ടപ്പെടുന്നേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. 4, 5, 6 ദിവസമായി വെള്ളം പോലും കുടിക്കാനില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഇതുപോലെ അവർക്ക് വേണ്ടി നമ്മുടെ വീട്ടിലെ ഒരാൾക്ക് ഒരു വിഷമം വന്നെങ്കിൽ നമ്മൾ എന്തേരം കരയും, എന്തേരം പ്രാർത്ഥിക്കും, അതുപോലെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. കണ്ണുകളടച്ച് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേശത്തെ സമർപ്പിക്കുക, നമ്മുടെ വീടിനെ സമർപ്പിക്കുക. ഈ അൽത്താലിൽ എഴുതിയിരിക്കുന്ന നിയോഗത്തെ ഓർക്ക്. 1000 അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവം ആകാശത്ത് എഴുന്നള്ളും. ദൈവം സർവശക്തനാണെന്ന് വിളിച്ചു പറയുന്നുണ്ട്. ദൈവത്തെ അറിയാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ജനം കുറെ പൈസ ഉണ്ടാക്കണം, വീട് വെക്കണം, ഫ്ലാറ്റ് വെക്കണം, വില്ലകൾ പണിയണം, നല്ല ദൈവത്തിന്റെ ആഗ്രഹം. എന്റെ ജനം എന്നെ ഒന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ, എന്റെ ദൈവത്തെ ഒന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ. പക്ഷെ ഈ കേരള മണ്ണിൽ നമ്മൾ വസിക്കുന്ന ഈ മണ്ണിൽ അതിക്രമം കൂടി, മ്ലേച്ഛത കൂടി, തിന്മ പെരുകി, മനുഷ്യൻ തോന്നുന്നത് ചെയ്യാൻ തുടങ്ങി. മനുഷ്യന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഉങ്കായിപ്പോയി, അഹങ്കാരമായി പോയി. ആരെ എന്തും ചെയ്യാം, കൊല്ലാം, വെട്ടാം, എന്തും ചെയ്യാം. ആരാ ചോദിക്കാൻ? അതുപോലെ നമുക്ക് പോലും ഒരു ദേശത്തൂടെ നിശ്ചിത സമയം കഴിഞ്ഞാൽ കടന്നു പോകാൻ പറ്റാത്തൊരു പേടി കുടുങ്ങുന്നു. ഇതെന്താ ഈ ലോകത്തിന്റെ അവസ്ഥ ചിന്തിച്ചില്ലേ? ദൈവം ഒന്ന് വൃത്തിയാക്കി തരും ഈ ദേശത്തെ. ദൈവം ഒന്നും കൂടെ പുതുക്കി പണിത് തരും. ഇതെന്തിനാണെന്നറിയാമോ? നമ്മുടെ തലയ്ക്ക് മുകളിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിയാനാണ്. വേറൊന്നിനുമല്ല ഈ മഴ. ഇത് തകർക്കാനല്ല, നശിപ്പിക്കാനല്ല, നമ്മളെ വീഴ്ത്താനല്ല, നമ്മള് വിഷമിക്കാനല്ല. നമ്മുടെ തലയ്ക്ക് മുകളിൽ ഈ ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നാനും നിങ്ങളും അറിയാനാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ നമ്മളൊന്ന് കണ്ണുകളടച്ച് മനസ്സിൽ കാണുക. ദൈവത്തെ അറിഞ്ഞാൽ, അതാണ് 2 ദിനവൃത്താന്തത്തിൽ എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തണം. ഞാൻ പൈസക്കാരനാ, ഞാൻ വലിയ ആളാ, എനിക്ക് സ്വാധീനമുണ്ട്, എനിക്ക് എന്തും ചെയ്യാൻ പറ്റും, അതൊക്കെ മാറ്റി എളിമപ്പെടുകയും കർത്താവിങ്കലേക്ക് കരങ്ങൾ ഉയർത്തി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഞാൻ എൻ്റെ ജനത്തിന്റെ മേൽ ദൈവമേ കരുണ വർഷിക്കും. കണ്ണുകളടച്ച് ഇതാ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഉള്ള ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കിക്കേ. ഇവിടെ എത്രയോ പണക്കാരുണ്ട്, എത്രയോ നേതാക്കന്മാരുണ്ട്, എത്രയോ ഡോക്ടർമാരുണ്ട്, എന്തേറെ ബിസിനസ്സുകാരുണ്ട്, എന്തേറെ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവരുണ്ട്. ഇത്രയും വലിയ മഴ പെയ്തപ്പോ എന്തിയെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഈ കാലാവസ്ഥ പോലും നമ്മളോട് പറയുന്നത് ദൈവം വലിയവനാണ് എന്നാണ്. ദൈവം വലിയവനാണ്. ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കണം. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഏലിയ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ഏലിയ നമ്മളെ പോലൊരു മനുഷ്യനായിരുന്നു. പക്ഷെ ഏലിയ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ ദേശത്ത് മഴയില്ല. സ്വർഗം തുറന്ന് ദൈവം മഴ കൊടുത്തു. മഴ കൂടുതലായപ്പോൾ ആളുകൾ പറഞ്ഞു മഴ മതി. അപ്പോൾ ഏലിയ പ്രാർത്ഥിച്ചു. അന്നേരം ആകാശം അടച്ചു. ഏലിയായുടെ പ്രാർത്ഥന കേട്ട് അനുയോജ്യ കാലാവസ്ഥ ദൈവം ആ ദേശത്തൊരുക്കിയെങ്കിൽ നമ്മളുടെ അനേകരുടെ പ്രാർത്ഥന ഈ കേരള മണ്ണിൽ അനുയോജ്യമായൊരു കാലാവസ്ഥയായി ദൈവം അനുഗ്രഹിക്കും. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിച്ച് നമ്മൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ.